ഡാൻസ് പ്രിയങ്ങളെ, അമ്മ കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മീൻ വാങ്ങിച്ചേട്ടോ. കുറച്ച് ദിവസം കൊണ്ട് മീൻ മേടിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്, നടക്കുന്നില്ല. അതുകൊണ്ട് ഇന്ന് മീനൊക്കെ മേടിച്ചോണ്ട് വന്നു. പിന്നെ കുറച്ച് ദിവസം കൊണ്ട് കോളേജ് അവധി ആയതുകൊണ്ടേ കൊച്ചോള് എൻ്റെ കൂടെ അവിടെ ജോലിക്ക് വരുന്നുണ്ട് കേട്ടോ. അവധിയുള്ള ദിവസങ്ങളിലൊക്കെ ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ അവിടെ എക്സ്പയറി ഒക്കെ നോക്കാനും ഒക്കെ എനിക്കൊരു സഹായമാണല്ലോ എന്ന് വിചാരിച്ച് അവധിയുള്ള ദിവസങ്ങളിലൊക്കെ കൊച്ചോള് വരും കേട്ടോ. അപ്പോൾ കൊച്ചോള് എനിക്ക് കപ്പ കൊണ്ടു തന്നു, പച്ചക്കപ്പയിൽ. അത് ഞാൻ കുറച്ച് മാമിക്കും മാമിനും ഒക്കെ കൊടുത്തു. കുറച്ച് ഇവിടത്തേക്ക് ഞങ്ങൾക്ക് കുറച്ച് മതിയല്ലോ. അത് മാമി പിന്നെ അരിഞ്ഞൊക്കെ തന്ന്. മോനുകുട്ടൻ ട്യൂഷൻ കഴിഞ്ഞ് വരുന്നുണ്ട്. പിന്നെ ട്യൂഷനൊക്കെ തുടങ്ങി കേട്ടോ. ഇന്ന് തൊട്ട് ട്യൂഷൻ തുടങ്ങി. പിന്നെ അപ്പം എനിക്കൊരാഗ്രഹം, കപ്പ വേവിച്ച് കഴിക്കണമെന്ന്. അവർ പുഴുങ്ങാൻ തുടങ്ങുന്നു അവിടെ കേട്ടോ. ഞാൻ പറഞ്ഞപ്പം എനിക്കിന്ന് വേവിച്ച് കഴിക്കണമെന്ന്. അതിന് മാമി എന്തോ കപ്പ 2 എണ്ണം എടുത്തോളൂ. ഞാൻ രാത്രിയിലത്തെ കുറച്ച് മതിയല്ലോ എന്ന് ഓർത്ത് എല്ലാം അരിഞ്ഞെല്ലാം തന്നു. മീനും മേടിച്ച്. പിന്നെ അന്ന് ലുലുമാളിൽ പോയിട്ട് വന്നപ്പോഴേ മോനിക്കുട്ടൻ എന്നോട് പറഞ്ഞു അവിടെ ഡോണറ്റ് ഇരിപ്പുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സത്യത്തിൽ എനിക്ക് ഈ സാധനം എന്തുവാണെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പൊ ഞാൻ ചോദിച്ചത് എന്തുവാന്ന് ചോദിച്ചു. പറഞ്ഞു അത് ഡോണറ്റ് കഴിക്കുന്ന സാധനമാണ്. അപ്പൊ ഇന്ന് ഞാൻ ബേക്കറി കയറിയ സാധനം വാങ്ങിക്കാൻ കയറിയപ്പം ഡോണറ്റ് ഇരിക്കുന്ന അവിടെ. ഞാൻ 2 എണ്ണം മേടിച്ചു കേട്ടോ. ഇവര് കഴിക്കുവോ, ടേസ്റ്റ് ഉള്ളതാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. സത്യമായിട്ട് ഞാനിത് ഇങ്ങനെ പേരും കേട്ടിട്ടില്ല, ഞാൻ കഴിച്ചിട്ടുമില്ല കേട്ടോ. അപ്പോൾ ഒരെണ്ണം ഞാൻ ജാനിക്കുട്ടിക്ക് കൊടുത്തു. മൂത്തിന് പിന്നെ മധുരം ഒന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ മേടിക്കാഞ്ഞത്. അവനിങ്ങനെയുള്ള സാധനങ്ങളൊന്നും അത്രയും കഴിക്കത്തില്ല. എരിയുള്ളതൊക്കെയാണ് അവന് വേണുന്നത്. അപ്പോൾ മോനിക്കുട്ടിന് ഞാൻ ഒരെണ്ണം വാങ്ങിച്ചു, ജാനിക്കുട്ടിക്ക് ഒരെണ്ണം കൊടുത്തു. ജാനിക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ടെന്നൊക്കെ പറഞ്ഞു. ഡോണറ്റ് മോനിക്കുട്ടൻ കാർട്ടൂണിനകത്ത് അങ്ങനെ ഡോണറ്റ് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് സത്യത്തിൽ എനിക്കറിയത്തില്ല. ഇത് അവര് ഡോണറ്റ് എന്ന് പറഞ്ഞു, ഞാൻ വാങ്ങിച്ചു, അത്രേ ഉള്ളൂ. അച്ചാച്ചനോട് കൊടുക്കുക, അച്ചാച്ചന് ഇഷ്ടമാണെന്ന് ചോദിച്ചു നോക്കാം. പിന്നെ ഇനി മീനും കറി വെച്ച് കപ്പയും വേവിക്കണം. ഇന്നത്തെ ജോലി അതാട്ടെ. ഇച്ചിരി മോര് കറി അന്ന് മാമി തന്നതാണ്, അത് കുറച്ചുകൂടി ഇരിപ്പുണ്ട്. അതുകൂടി തീർന്നിട്ട് മോര് കാച്ചി വെക്കണം. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം ലിറ്റിൽ ബൈറ്റ്സിന്റെ ബിസ്ക്കറ്റ്. അത് ഒരു അത് ഇത് 2 എണ്ണം മേടിച്ചു. ഒന്നും ജാനിക്കുട്ടിക്കും ഒന്നും ഇങ്ങോട്ടും കൊണ്ടുപോകും. ജാനിക്കുട്ടി കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടിട്ട് എന്നോട് ചോദിക്കും, മാമി വീഡിയോക്കകത്ത് പറഞ്ഞില്ലയോ ജാനിക്കുട്ടി കേക്ക് കൊതിച്ച് അത് പറഞ്ഞില്ലയോ ഞാൻ പറഞ്ഞു, കേക്ക് കൊതിച്ച് അല്ലയോ എന്ന് ചോദിച്ചു. ആന്നു എന്ന് പറഞ്ഞു. ഇനി നമുക്ക് യുദ്ധത്തിലേക്ക് കടക്കാം. പിന്നെ ഇന്ന് വൈകിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന നമ്മുടെ ഒരു ഫാമിലി മെമ്പർ വന്നു കേട്ടോ. പേര് പറഞ്ഞത് മറന്നുപോയി. മറന്നുപോയി കേട്ടോ. എന്തായാലും വന്നതിലും സംസാരിച്ചതിലും ഒക്കെ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ഈ മറവി ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. എല്ലാവരും സദയം ക്ഷമിക്കണം. പല കാര്യങ്ങളും ഞാൻ വിട്ടുപോകുന്നതാണ്. അല്ലാതെ ഒരിക്കലും നിങ്ങൾ എന്തെങ്കിലും ചോദിച്ച മറുപടി പറയാതിരിക്കുന്നതോ ഞാൻ ജാട ഇടുന്നതോ ഒന്നും അല്ല കേട്ടോ. പിന്നെ വ്യക്തിപരമായ ചില ചോദ്യങ്ങൾക്ക് കഴിച്ചു വ്യക്തിപരമായ ചില ചോദ്യങ്ങൾക്ക് മാത്രമേ ഉള്ളൂ മറുപടി പറഞ്ഞ് ക്ഷീണിച്ചത് കൊണ്ട് ഞാൻ ഒഴിവാക്കുന്നത് കേട്ടോ. നമുക്ക് അടുത്ത പരിപാടികളൊക്കെ ചെയ്യാം. മീൻ മേടിച്ചത് തളയാട്ടോ, തള. ഇതാട്ടോ മീൻ. ഇത് കറി വെക്കാം. മോനുകുട്ടോ കൈമുറിയും.
കപ്പ വേവിക്കാൻ കാന്താരി അരിക്കാം അല്ലേ. കാന്താരി പിച്ചാൻ ഇനി ഇറങ്ങും. ഞാൻ രാവിലെ സിങ്കും ഇവിടെ എല്ലാം നല്ല വൃത്തിയാക്കിയിട്ടിട്ടാണ് പോകുന്നത് കേട്ടോ. വൈകിട്ട് വരുമ്പോൾ ഏതെങ്കിലും ഒരു പാത്രമെങ്കിലും സിങ്കിനകത്ത് ഇട്ടില്ലെങ്കിൽ അവർക്ക് ഭയങ്കര വിഷമം. ഇന്നലെ ഞാൻ വഴക്ക് പറഞ്ഞു, ഞാൻ ഇവിടെ ക്ലീൻ ആക്കിയിട്ടിട്ടാണ് പോകുന്നത്, എനിക്ക് തിരിച്ചു വരുമ്പോഴും അങ്ങനെ തന്നെ കണ്ടോണോന്നൊക്കെ ഞാൻ പറഞ്ഞത്. എവിടെ ഇനി നമുക്ക് കപ്പയും കൂടെ കഴുകിക്കൊണ്ട് പോകാം. കുറച്ചേ ഉള്ളു കേട്ടോ. ഒത്തിരി നാളായി കപ്പ വേവിച്ച് കപ്പ പുഴുങ്ങിയൊക്കെ കഴിച്ചിട്ട് കേട്ടോ. ഇന്ന് എനിക്ക് കുറച്ച് ദിവസം കൊണ്ട് ഇങ്ങനെ ആഗ്രഹം തോന്നുന്നുണ്ട്. പക്ഷേ എനിക്ക് കൊച്ചോളുടെ അവിടുത്തെ മാമനുണ്ടല്ലോ, കപ്പ കച്ചവടമുണ്ട്. അപ്പൊ എന്നോട് കുറേ ദിവസം കൊണ്ട് പറയാം, മോക്ക് കപ്പ തന്നു വിടാം, മോക്ക് കപ്പ തന്നു വിടാന്ന് കേട്ടോ. ഞാൻ പറഞ്ഞു, ഞാൻ കുറേ ദിവസം കൊണ്ട് എന്നെ പറഞ്ഞു പറ്റിക്കുമായിരുന്നേ. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, കപ്പ കൊണ്ടുവന്ന് ഞങ്ങൾ വേവിച്ച് കഴിച്ച് നല്ല രുചിയായിരുന്നു. അന്നേരം എന്നോട് പറയാം, മാമനെ കുറച്ച് ഉണക്കാനൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് തരാമെന്ന് കേട്ടോ. ഞാൻ പറഞ്ഞു, പച്ചക്കപ്പ തിന്നു കഴിഞ്ഞ് ഇനിയിപ്പം ഉണക്കക്കപ്പ തിന്നാമെന്ന് പറഞ്ഞു. ഞാൻ ഇന്ന് കൊച്ചോടെ കൊടുത്തു വിട്ടതാ കേട്ടോ. കൊച്ചോട് അത് രാവിലെ അതും ചുമ്മിക്കൊണ്ടാണ് വന്നത്. ഒരു കഷ്ണം കഴിക്കാൻ പോകും. ഇത് എളുപ്പം കൊണ്ടുവന്ന് അടുപ്പ വെച്ചില്ലെങ്കിൽ ഞാനിത് മുഴുവൻ പച്ചയ്ക്ക് തിന്നുകളെ. നമുക്കിതങ്ങ് അടുപ്പ വെക്കാതാണ് നല്ലത്. പച്ചക്കപ്പ കഴിക്കരുതെന്നൊക്കെയാണ് പറയുന്നത്. ഏത് ആഹാരമാണെന്നുണ്ടെങ്കിലും എന്താണ് പറയുന്നത്, ലിമിറ്റ് ഇല്ലാതെ കഴിച്ചാൽ എല്ലാവർക്കും പ്രശ്നമല്ലേ. കപ്പയും കഴുകി മീനും കഴുകി ഇനി നമുക്ക് അടുക്കളയിലേക്ക് പ്രവേശിക്കാം. പിന്നെ ഇതുപോലെ കൊത്തി കൊത്തി എടുത്താണ് ഞാൻ കപ്പ വേവിക്കാൻ എടുക്കുന്നത് കേട്ടോ. പിന്നെ വേവുള്ള കപ്പ, അത് വേവാൻ താമസമുള്ള കപ്പയൊക്കെ ഇങ്ങനെ എന്താണ് അല്ലാതെ അരിഞ്ഞൊക്കെ എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്കിങ്ങനെ അരിഞ്ഞിട്ട് വേവിക്കുന്നതാണ് എനിക്കിഷ്ടം. അല്ലാതെ വേവിച്ചാൽ കഴിക്കത്തില്ലെന്നൊന്നുമല്ല, കഴിക്കും. നമുക്കിതേ അടുപ്പയിലോട്ട് വെക്കാം. നമുക്കിനി മീൻകറിയുടെ പരിപാടി നോക്കാം. എന്താ മോനെക്കൂടെ ചോദിക്കുന്നേ? കടുവയോ? എന്തേ കടുവ മീൻകറി വെക്കാൻ? കടുവ എന്തിയെ? കടുക് തപ്പുക കേട്ടോ. കുറച്ച് 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 ഇച്ചിരൂടെ ഇച്ചിരൂടെ വീണില്ല. മാറിക്ക, ഞാൻ ഉലുവ എടുത്ത മാറിക്ക. ഉലുവ അങ്ങനെ ഒന്നും കമത്തരുത്, അതിനകത്ത് ഞാൻ ഇട്ടോളാം. കഴിക്കും. ഇങ്ങനെ എടുത്ത് തരട്ടാ കേട്ടോ. മാറി എനിക്ക് കടുക് കൊണ്ട് മാറി നിന്നെ. പാചകത്തിന് സഹായിക്കാൻ രണ്ടുപേര് എത്തിയിട്ടുണ്ട്. ഒരാളെ ഞാൻ വിളിച്ചു വരുത്തിയതാട്ടോ. തേങ്ങ തിരുവാണ്. കപ്പയ്ക്ക് അരയ്ക്കാൻ തേങ്ങ തിരുവോ? കപ്പ ഇങ്ങനെ അമ്മ എടുത്തു തരാം. മൊത്തം കൊണ്ടിട്ട് തരാം. ഹലോ ഹലോ ഹലോ, ഇങ്ങോട്ട് നോക്കെ. തേങ്ങ തിരുമ്പുക, തേങ്ങ. ഞാനിതെല്ലാം മീൻകറി വെക്കുന്നില്ല കേട്ടോ. കുറച്ച് മസാല വരട്ടി വെക്കാം. ഒരു ദിവസം അത്താഴത്തിന് വറക്കാം. മഞ്ഞൾപ്പൊടി തീർന്നു. ഇവിടെ അങ്ങനെ ഇരിപ്പുണ്ട്, എടുത്തിട്ട് വെക്കണം. സഹായിക്കാൻ വന്നവരെയൊക്കെ ഞാൻ ഓടിച്ചു വിടുന്നു കേട്ടോ. എന്നുവെച്ചാൽ എനിക്ക് ഒന്നാമത് ഭയങ്കര അസ്വസ്ഥത. അതിൻ്റെ ഇടയ്ക്ക് രണ്ടുപേരും ഇവിടെ നിന്നാൽ ഒന്നാമത് ഇതിനകത്ത് സ്ഥലമില്ല.
കപ്പ തിളച്ച് വരുന്നുണ്ട്. ജെല്ല് തുറന്നിടട്ടെ. മോനിക്കുട്ടനാണ് വെളിച്ചെണ്ണ ഒഴിച്ചത്, അതുകൊണ്ട് എണ്ണ കുറവാട്ടോ. ലാസ്റ്റിൽ വേണമെന്നുണ്ട്. തിളച്ചെല്ലാം വന്നു കഴിയുമ്പോൾ ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാൽ നല്ല രുചിയാണെന്നൊക്കെയാണ് ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അത് അങ്ങനെ ഇപ്പൊ നമുക്കൊന്ന് നോക്കാം. ഡോണറ്റ് വീട്ടിലുണ്ടാക്കാൻ പറ്റൂ? എന്നിട്ട് ചോക്ലേറ്റ് ഈസി ആണല്ലോ അപ്പം. പിന്നെ ഞാൻ വൈകിട്ട് അങ്ങോട്ട് ചെന്നപ്പോൾ മാമി എന്നോട് പറഞ്ഞു രാവിലത്തെ പാലപ്പം കൊണ്ട് 2 വേണമെങ്കിൽ കഴിക്കാൻ പറഞ്ഞു കേട്ടോ. എനിക്ക് ആ സമയത്തൊന്നും അങ്ങനെ കഴിക്കാൻ തോന്നിയില്ല. അത് മാത്രമല്ല, എനിക്ക് ചില അസ്വസ്ഥതകളൊക്കെ തോന്നി ഇങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ. അതൊന്നും എനിക്ക് വിശപ്പൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ മാമി കുറച്ച് മാവ് തന്നു വിട്ടിട്ടുണ്ട്, അപ്പം ഉണ്ടാക്കാനുള്ള പാലപ്പത്തിൻ്റെ മാവ് കേട്ടോ. നമുക്ക് പോയി കപ്പയ്ക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഒരു 3-4 കാന്താരി എടുത്തോണ്ട് വരാം. ഇതങ്ങോട്ട് വെച്ചിട്ട് പോകും. പിന്നെ എന്താണ് വിശേഷം? നമ്മുടെ ഈ വർഷം അവസാനിക്കാറായി അല്ലേ? 2023 നമ്മളോട് വിട പറയുകയാണ്. നമ്മൾ പുതിയൊരു വർഷത്തിലേക്ക് കടക്കുകയാണ്. നമ്മൾ കാത്തു വെച്ചിരിക്കുന്ന സ്വപ്നങ്ങളും നമുക്ക് നടക്കാതെ പോയ പല ആഗ്രഹങ്ങളും ഒക്കെ ഇനി അടുത്ത വർഷം നടക്കുമെന്നുള്ള പ്രതീക്ഷയിലൊക്കെ അങ്ങോട്ട് പോവാം അല്ലേ? നടന്ന് എനിക്കങ്ങനെ വലിയ ആഗ്രഹമൊന്നുമില്ല കേട്ടോ. എനിക്ക് അടുത്ത വർഷം എനിക്ക് നടക്കണമെന്ന് ആഗ്രഹമുള്ള കാര്യമെന്ന് വെച്ചാൽ എൻ്റെ മുത്തിന് ഏതെങ്കിലും ഒരു നല്ല കോളേജിൽ അഡ്മിഷൻ റെഡിയാക്കി പഠിക്കാൻ വിടണം. അതാണ് അടുത്ത വർഷത്തെ എൻ്റെ ടാർഗറ്റ് കേട്ടോ. അത് എങ്ങനെയാണ് എന്തൊന്നും എനിക്ക് തീരുമാനത്തിലൊന്നും എത്തിയിട്ടില്ല. അതിനെപ്പറ്റി ഒന്നും അന്വേഷിക്കാനോ ഒന്നും നമുക്കങ്ങനെ എനിക്കറിയില്ല. അതൊക്കെ അന്വേഷിച്ച് നേരെ ചൊവ്വയുള്ള ഒരു നല്ല കോളേജിൽ അവനൊരു ജോലി സാധ്യതയുള്ള ഒരു നല്ല കോഴ്സ് പ്ലേസ്മെൻ്റ് ഉള്ള ഒരു കോളേജിൽ ചേർത്ത് പഠിപ്പിക്കണം എന്നുള്ളതാണ് അടുത്ത വർഷത്തേക്ക് നടക്കാനിരിക്കുന്ന എൻ്റെ സ്വപ്നം. പിന്നെ ബാക്കിയൊക്കെ ദൈവത്തിൻ്റെ കാര്യം. എല്ലാം കൂടി അങ്ങോട്ട് കറി വെച്ചാലുമേ ഇവിടെ അങ്ങനെ കറിയോടത്ര പ്രിയമില്ലാത്തതിനാൽ അങ്ങനെ പോവില്ല. നമുക്ക് ഒരു ദിവസം വറുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മസാല അങ്ങോട്ട് പെരട്ടി വെക്കാം. പിന്നെ നമ്മുടെ ഫാമിലിയിലുള്ള ഒരു ചേച്ചിയുണ്ട്. ഞാൻ ഈ ഇടയ്ക്ക് എന്നെ കോണ്ടാക്ട് ചെയ്ത് എന്നോട് സംസാരിച്ച് പരിചയപ്പെട്ട ഒരു ചേച്ചിയാണ്. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചിയുടെ കാര്യം. കോതമംഗലത്തുള്ള ചേച്ചിയാണ്, ജിജി എന്നാണ് പേര്. അപ്പം ചേച്ചി എൻ്റെ അവസ്ഥയിലുള്ള ഒരാളാണ് കേട്ടോ. അപ്പം സർജറി കഴിഞ്ഞിരിക്കുക കേട്ടോ. 3 മാസം ആവുന്നു സർജറി കഴിഞ്ഞിട്ട്. ചേച്ചിയുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടും ഒരു വീട്ടിലൊരു ക്യാൻസർ രോഗി ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, സാമ്പത്തികമായിട്ട് ഭയങ്കര പ്രശ്നങ്ങളുണ്ടാവും. പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെയുള്ള രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അവരൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തികളാണ് കേട്ടോ. അപ്പം ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ചേച്ചിക്കൊരു മോനുണ്ട്. മോനെ ജോലിയൊന്നും ആവാത്തതിലുള്ള വിഷമമാണ് ചേച്ചിക്ക്. കാരണം അവർക്ക് ബാധ്യതകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് ചികിത്സ വന്നത്. അപ്പം അങ്ങനെയൊക്കെയുള്ള അവസ്ഥ അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് മനസ്സുരുക്കി ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. അവരുടെയൊക്കെ ബാധ്യതകളൊക്കെ തീരാനുള്ള ഒരു പോംവഴി എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളൊക്കെ പഠിച്ചു നിൽക്കുന്നവർക്ക് പെട്ടെന്ന് ജോലി ഉണ്ടാവുക, അവർക്ക് ജോലി ചെയ്താൽ ശമ്പളം കിട്ടുക എന്നൊക്കെ ഉള്ളതാണ് അവരെ സംബന്ധിച്ചൊക്കെ അവർ ആഗ്രഹിക്കുന്ന കാര്യം. അവർക്കൊരു താങ്ങാകാൻ അച്ഛനും അമ്മയ്ക്കും അല്ലേ. അപ്പം ചേച്ചിയുടെ കാര്യത്തിൽ അതാണ് ചേച്ചിക്ക് ഇപ്പോൾ ഉള്ളൊരു വിഷമം കേട്ടോ. അപ്പം എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. ചേച്ചി എന്നോട് പറഞ്ഞതാണ്, ചേച്ചിക്ക് ഭയങ്കര ആഗ്രഹമാണ് മഞ്ജു വാര്യരെ ഒന്ന് കാണണമെന്നുള്ളത്. നടക്കുമോന്നൊന്നും അറിയത്തില്ല എന്നൊക്കെ ചേച്ചി എന്നോട് കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ പറയാം കേട്ടോ. നമുക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു മഞ്ജു വാര്യരുടെ
വീക്കാൻ കേരള വീക്കാൻ വീക്കാൻ അതിനകത്ത് ഒരുപാട് ക്യാൻസർ പോരാളികളൊക്കെ വന്ന് അവരുടെ ലൈഫ് എങ്ങനെയായിരുന്നു എന്നൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പം അതുകൊണ്ടായിരിക്കും ചേച്ചിക്ക് മഞ്ജു വാര്യരെ കാണണം എന്നുള്ളത് ഒരാഗ്രഹമായിട്ടിരിക്കുന്നത് കേട്ടോ. എല്ലാ ആഗ്രഹങ്ങളും ദൈവം നടത്തട്ടെ. മോൻ എത്രയും പെട്ടെന്ന് ജോലി കിട്ടട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കണം ചേച്ചിക്ക് വേണ്ടിയിട്ട് കേട്ടോ. കപ്പയെല്ലാം വെന്തു, വെള്ളമെല്ലാം ഊറ്റി അങ്ങോട്ട് വെച്ച് ഇനി അരപ്പിടണം. നമുക്ക് മീൻ ഇങ്ങോട്ടിടാം. മീൻ അരപ്പൊക്കെ തിളച്ചു. കളർ പോലൊന്നും വലിയ എരിയൊന്നും ഇല്ല കേട്ടോ. നമുക്ക് എരിയുന്ന പരിപാടിയേ ഇവിടെ നടക്കൂല. ഞാൻ ഇത്രയും എടുത്തോളൂ കറി വെക്കാൻ. പിന്നെ തിളച്ചിട്ട് നമുക്ക് കരിയാപ്പല ഇട്ട് വാങ്ങാം. പിന്നെ ഏതാണ്ട് ഇത്രയും കഷ്ണം എടുത്ത് വറക്കാൻ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇന്നല്ല നാളെ. ഇത് കൊണ്ട് ഫ്രിഡ്ജിൽ വെക്കാം. പിന്നെ ഞാൻ കപ്പയ്ക്കുള്ളത് അരയ്ക്കാൻ പോട്ടെ. ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ഈ ജാറിനകത്ത് കേട്ടോ. മീൻകറിക്ക് ഞാൻ അതിനകത്തോട്ട് തന്നെ അങ്ങ് ഇടുക. തേങ്ങ കുറച്ച് മതിയല്ലോ, കുറച്ച് കപ്പേ ഉള്ളൂ. പിന്നെ 3-4 വെളുത്തുള്ളിയും ഞാൻ പോയി കാന്താരി പിച്ചിക്കൊണ്ട് വന്നു കേട്ടോ. നമ്മുടെ ഫ്രണ്ട് വശത്തെ മുറ്റത്തൊരു കുഞ്ഞിക്കാന്താരി ഉണ്ട്. അതിനകത്തുനിന്ന് കുറച്ച് കാന്താരി പിച്ചിക്കൊണ്ട് വന്നു. ജീരകവും കൂടി ഇട്ടിട്ട് അരയ്ക്കും. മഞ്ഞൾപ്പൊടി ഇട്ടില്ലായിരുന്നു, മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് അരച്ചെടുക്കാമേ. എൻ്റെ കാര്യം അങ്ങ് മറന്നേ പോയി. ഇനി നമുക്ക് അരയ്ക്കാം. തേങ്ങ ഇത്രയും അധികം ഒന്ന് മാറ്റി വെക്കാം. എല്ലാം അരച്ചുകൊണ്ട് വന്നേ. അങ്ങനെ നമ്മുടെ കപ്പ റെഡിയായി. ഇനി ഞാൻ ഇതിനകത്ത് കടുക് പൊട്ടിച്ച് കറിവേപ്പില ഇട്ട് ഇതിനകത്ത് ഇടും കേട്ടോ. അതുവരെ ഞാൻ ഈ അരപ്പിട്ടിട്ട് എന്തോ ചെയ്യുമെന്നറിയാമോ? അരപ്പ് ഇങ്ങനെ അടിയിൽ വരത്തക്ക പോലെ ഇങ്ങനെ ആക്കിയിട്ട് അടച്ചു വെപ്പേ. അപ്പൊ അരപ്പിന്റെ പച്ച മണം മാറും എന്നാണ് എൻ്റെ വിശ്വാസം. എന്നിട്ട് ഞാന് അറിയോ കടുക് പൊട്ടിച്ചിട്ടിട്ട് ഇളക്കുന്ന കേട്ടോ. മീൻകറി എന്തായാലും നോക്കാം. ഉപ്പ് നോക്കട്ടെ. ആരിലും വരാ ഉപ്പ് നോക്കാൻ. ഉപ്പില്ല. ഉപ്പ് ഇട്ടായിരുന്നോ? ഞാൻ ഓർക്കുന്നില്ല. ഇട്ട ലക്ഷണമില്ല കേട്ടോ. ഒട്ടും ഉപ്പില്ലായിരുന്നു, ഉപ്പിട്ടില്ലായിരുന്നു തോന്നുന്നു. അതിന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ പാത്രങ്ങളെല്ലാം മാറ്റട്ടെ. നമ്മുടെ യുദ്ധ പാത്രം കഴുകൽ. നമുക്ക് ഇച്ചിരി കറിവേപ്പില ഇട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇച്ചിരി ഒരു തുള്ളി, ഒരു കുഞ്ഞ് സ്പൂൺ. ഉപ്പിടാൻ മറന്നു പോയതാ കേട്ടോ. പിന്നെ ഇപ്പഴേ ഉപ്പായത്. എൻ്റെ ഒരു കാര്യം, കുടിക്കാൻ വെള്ളമില്ലായിരുന്നു, അത് തിളപ്പിക്കാൻ വെച്ചു. ഇനിയും അത് കപ്പയ്ക്ക് ഇച്ചിരി കടുക് പൊട്ടിക്കണം, അത്രേ ഉള്ളൂ കേട്ടോ. ചുവന്നുള്ളിയൊക്കെ ഇട്ടാൽ കൊള്ളായിരുന്നു, പക്ഷെ എനിക്ക് അതിന് ഒരു ചുവന്നുള്ളി ഇട്ടേക്കാം അല്ലേ, ഒരെണ്ണം മതി. ഇനി ഇതൊന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്ത് കപ്പയ്ക്കുള്ള കടുക് പൊട്ടിക്കും. മീൻ കറി ഇത്രയൊക്കെ മതി. നമുക്ക് വാങ്ങി വെച്ചിട്ട്
മോനുകുട്ടൻ വന്ന് കറി ഇളക്കുന്നുണ്ട് അവിടെ എല്ലാം. എനിക്ക് ഭയങ്കര ദേഷ്യം ഈ ഗ്യാസ് അടുപ്പിന്റെ മണ്ടയ്ക്ക് കറിയും എണ്ണയൊക്കെ വീണ് കിടക്കുന്നത് കാണുന്നു. കടുക്, ചുവന്നുള്ളി, കടുക് പൊട്ട്. 8 മണി കഴിഞ്ഞ് എനിക്ക് കുളിക്കണം. സത്യത്തിൽ ഇന്നത്തെ ദിവസം മുഴുവൻ മൊത്തത്തിൽ എനിക്ക് വയ്യാഴിയാട്ടോ. പക്ഷെ എന്തോ ചെയ്യാൻ. കണ്ടിട്ടൊരു പ്രശ്നവും ഇല്ലല്ലേ, അതാണ് ഞാൻ. അയ്യോ, കപ്പ ഇളക്കാൻ വേണ്ടിട്ട് ഇവിടെ തുടുപ്പൊന്നുമില്ല. അതിന് പകരമുള്ള തവിയാണിത് കേട്ടോ. ഇത് നല്ല കട്ടിയുള്ള തവിയാണ്, അതുകൊണ്ടാണ് ഇതിട്ട് ഇളക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും തവി എടുത്താൽ തുടിഞ്ഞ ഇതിന്റെ പാട്ടിന് തുടുപ്പൊരെണ്ണം ഉണ്ടായിരുന്നു. അത് ഇരുന്നിരുന്ന് അത് മടലാണേ. നമ്മള് മടല് വെട്ടിയാണ് തുടുപ്പായിട്ട് ഇവിടൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇവിടെ ഒരെണ്ണം ഉണ്ടായിരുന്നു. അത് ഇരുന്നിരുന്ന് ഉണങ്ങി ഒടിഞ്ഞതിന്റെ പാട്ടിന്. നമ്മുടെ കപ്പയൊക്കെ റെഡിയായി. എല്ലാരും വന്ന കപ്പയും മീൻകറി ചോറും ഒക്കെ തരാം. കപ്പ റെഡിയായി. നമ്മൾ ഇതിനകത്തോട്ട് ഒഴിച്ചിട്ട് കുഴച്ചെടുക്കും. അങ്ങനാണ് കേട്ടോ, ഞാൻ അങ്ങനാണ്. ഞാൻ ആയുധം കൈമാറി. കപ്പ കുഴയ്ക്കാനുള്ള ആയുധം. അയ്യോ, ഒന്ന് ബലം പിടിച്ച് കുഴയ്ക്ക്. പോരാ 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 പോരാ, ബലം പോരാ. ആ മുഖം ഒന്ന് കാണിച്ചേ. ഇപ്പോഴാണ് റെഡി ആയത് കേട്ടോ. പിന്നെ ഞാനത് ഓണാക്കാൻ മറന്നു. പിന്നെ എന്തൊക്കെയാ? മോര് കറി. മീൻ വേണ്ടേ? ഞാൻ എന്താഹാരം കഴിക്കാനെടുത്താലും കഴിക്കാൻ ഇല്ലാതെ പട്ടിണി അനുഭവിക്കുന്ന ഒരുപാട് മനുഷ്യരെ പറ്റി ഓർക്കാറുണ്ട് കേട്ടോ, ഒരു മിനിറ്റെങ്കിലും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ ഒരു പൊതിച്ചോറിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അതിൽ അർഹതയുള്ളവർ വളരെ കുറച്ച് പേരായിരിക്കും. എന്നാൽ തന്നെയും അങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോഴേ മനസ്സിനൊരു വിങ്ങലാണ്. വിശപ്പ് എന്താന്ന് പോലും അറിയാത്ത കുറേ മനുഷ്യരുടെ ഇടയിൽ വിശന്ന് തളർന്ന കുറച്ച് മനുഷ്യർ. എന്തൊരവസ്ഥയാണ് അതൊക്കെ അല്ലേ.